ഈ ഒരു ഐറ്റം എവിടെയെങ്കിലും കണ്ടൊരു പരിചയം ഉണ്ടാവും. നമ്മളിതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരുടെ കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ A4 എടുക്കുക. A4 സൈസിലുള്ള ഐവറി ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആകുമ്പോൾ അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഐവറി ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കളർ പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ഗിഫ്റ്റ് ബാഗ് ചെയ്യുമ്പം ഇതിൻ്റെ ഫോൾഡിങ് ചെയ്യുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബാഗ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വരും. അതിലേറെ നല്ലത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് മടക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു റഫ് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടത് കറക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പേപ്പർ വെച്ചിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അതാവുമ്പം ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കാതെ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ലോങ് വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഈ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ഡൗട്ടാണ് നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് അറിയാൻ വേണ്ടി. ക്രാഫ്റ്റ് ആണോ അതോ അല്ലാണ്ട് വ്ളോഗ്സ് ആയിട്ടുള്ളതാണോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലും നമ്മൾ ഷോർട്സ് ആണല്ലോ ചെയ്യുന്നത്. ഈ ഷോർട്സിന് ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു 40 സെക്കൻഡ് അല്ലെങ്കിൽ ഏറിപ്പോൾ ഒരു 50 സെക്കൻഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോക്ക് സ്പീഡിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ലോങ് വീഡിയോക്കും എനിക്ക് അതുപോലെ സ്പീഡിൽ കൊടുക്കാനുള്ള ഒരു ഇത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊന്ന് പതുക്കെ പറഞ്ഞു നോക്കിയതാണ് എന്താ സംഭവം എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ട് നോക്കുക. ഞാൻ എന്താണെങ്കിലും പോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ വോയിസ് കൊടുക്കാനൊന്നും നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.